പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എല്ലാവർക്കും എതിരായിട്ടുള്ള കേസാണ്. ആ കേസ് പിൻവലിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാത്ത ഈ ഗവൺമെൻറ് ഇപ്പോൾ മാസ്റ്റർ പ്ലാനുമായി വന്നത് ആരെ കബളിപ്പിക്കാൻ? ഈ 3 ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ 3 ചോദ്യങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഒന്നും. മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. ഈ തീരുമാനം ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പ് പറഞ്ഞു, സമുദായ സംഘടനകൾ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാം. ഇപ്പോൾ ചിലർ പോകാൻ തീരുമാനിച്ചു, ഇപ്പോൾ യോഗക്ഷേമ സഭ പോലുള്ള ചിലർ പോകണ്ടെന്ന് തീരുമാനിച്ചു. പലരും പല തീരുമാനം എടുത്തു. പല സംഘടനകളിലും പല സമുദായ സംഘടനകളിലും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്ത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രീയമായി ഈ ഗവൺമെൻറ്റിന് അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനെ പോലെ ഞങ്ങളും പരിഹാസ പാത്രമാകുമായിരുന്നു. അവിടെ 4200 പേര് വരുമെന്ന് പറഞ്ഞിട്ട് 600 ചില്ലാൻ പേര് മാത്രം പങ്കെടുത്ത പരിപാടി, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്, ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദിയേക്കാൾ വർഗീയവാദിയായ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം അവിടെ വായിച്ച് മന്ത്രി കോൾമയിർ കൊണ്ടത്, ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷിയാകേണ്ടി വരില്ലായിരുന്നു. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമാകുമായിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് UDF എടുത്തത്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. അല്ലെന്ന് അതൊക്കെ ഓരോ കാര്യങ്ങളിൽ ഓരോ സ്റ്റാൻഡല്ലേ. അവർ സമദൂര സിദ്ധാന്തമാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ സമദൂര സിദ്ധാന്തത്തിൽ ഒരു മാറ്റവും ഇല്ല. സമദൂര സിദ്ധാന്തമാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് എന്താ ബന്ധം? തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴുള്ള നിലപാടാണ്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ആ നിലപാട് ശരിയാണെന്ന് അവിടെ നടന്ന സംഗമം 7 നിലയിൽ പൊട്ടിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ ഏതായാലും അതിന്റെ ഭാഗമായില്ല എന്നുള്ളതിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും. അല്ല, അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പല രീതികളും ചെയ്യും. അതൊക്കെ അവരവരുടെ ഇഷ്ടം. അവർക്ക് ആരെ വേണമെങ്കിലും സ്വാധീനിക്കുകയോ ആരുടെ അടുത്ത് വേണമെങ്കിലും പോവുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ കേരളത്തിൽ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. ഞാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ പരിപാടി കൂടി കഴിഞ്ഞപ്പോൾ അടിവരയും കൂടി ഇട്ടതിന് ഞങ്ങളുടെ തീരുമാനത്തുമ്പോൾ UDFന്റെ തീരുമാനത്തുമ്പോൾ അടിവരയും ഇട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യമല്ല. നിങ്ങളൊക്കെ അവിടെ നിങ്ങളുടെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ടായിരുന്നാണല്ലോ. അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്ത് കാപട്യമാണ് നടന്നതെന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ പുള്ളി ഒരു കപട ഭക്തനായി അഭിനയിക്കുകയായിരുന്നു. ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു, വിശ്വാസികളെ കളിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അല്ലല്ല, അതൊക്കെ ഞങ്ങൾ അവരൊക്കെ ആരുമായിട്ട് ഒരു വിരോധത്തിലോ ശത്രുതയിലുള്ള ഞങ്ങൾ NSSുമായിട്ടോ SNDP ആയിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളായിട്ടോ കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF നേതൃത്വത്തിനോ ഒരു തർക്കമില്ല. അവർക്ക് അവരുടെ നിലപാടുകൾ എടുക്കുന്നതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് എടുത്തതാണ്. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്തും നിലപാടെടുത്ത് ഞങ്ങളല്ലേ കൂടെ നിന്നത്. ഗവൺമെൻറ് ചെയ്തത് എന്ത് വൃത്തികേടാണ് ചെയ്തത്? ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെ പിൻബലത്തോടു കൂടി 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുട്ടിൻ്റെ മറവിൽ ശബരിമലയിൽ ദർശനം നടത്തി, ആചാര ലംഘനം നടത്തി. ലോകം കീഴ്മേൽ മറിഞ്ഞാലും ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല, ഒരു നിലപാടുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ പിണറായി വിജയൻ? എന്നിട്ട് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി. ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേരളം കണ്ടതല്ലേ? ഇതെല്ലാം കേരളം കണ്ടതാണ്. ഞങ്ങളുടെ ചോദ്യം, അന്നത്തെ ആ നിലപാടിൽ നിന്ന് എന്ത് മാറ്റം പിണറായി സർക്കാരിനുണ്ടായി? മാറ്റം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കണം. മാറ്റമുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം. മാറ്റമുണ്ടെങ്കിൽ മൂന്നാമത് പറയണം കഴിഞ്ഞ 9 കൊല്ലം ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ പറ്റിയില്ല എന്ന് പറയണം. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ശബരിമലയെ ഞെട്ടിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടില്ല, വിശ്വാസികളും ഞെട്ടില്ല.